അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇന്ന് സത്യം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം. സത്യം ചെയ്യുന്നത് അത് അള്ളാഹുവിൽ മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാളുടെ മേലും സത്യം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിൽ സത്യം ചെയ്യുന്നെങ്കിൽ അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്യുക, അല്ലെങ്കിൽ മുണ്ടാതിരിക്കുക. അള്ളാഹു അല്ലാതെ ഒരു വസ്തുവിന്റെ മേലും സത്യം ചെയ്യാൻ പാടില്ല. നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറെ ആൾക്കാർ ഉമ്മന്റെ, ഉപ്പന്റെ, മക്കളെ, ഖുർആൻ, മക്ക, മദീന ഇങ്ങനെ കുറെ എന്തെല്ലാം സത്യം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഖൈറുല്ലാന്റെ സത്യമാണ്. ഇനിയിപ്പോ കാബ അള്ളാഹുവിന്റെ വീടാണ് എന്നെങ്കിലും കാബാന്റെ മേൽ സത്യം ചെയ്യാൻ പാടില്ല. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം ഒരു വ്യക്തി സത്യം ചെയ്യുന്നത് കേട്ടു, ലാ വൽ കാബ, കാബയാണ് സത്യം ഇല്ല എന്ന്. അപ്പോൾ കാബയാണ് സത്യം എന്ന് കാബയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സത്യം ചെയ്യുന്നത് അത് പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ മേൽ സത്യം ചെയ്യുന്നത് അത് ശിർക്കാണ്. ഫഖാല ലഹു ഇബ്നു ഉമർ, അയാളോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്, മൻ ഹലഫ ബിഗൈറില്ലാഹ് ഫഖദ് അശ്റക്, ആരാണോ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തിരിക്കുന്നത് അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര വലിയ തെറ്റാണ്! എത്രയോ ആൾക്കാർ അള്ളാഹു അല്ലാത്ത ആളുകളുടെ മേൽ അല്ലെങ്കിൽ മറ്റ് വസ്തുവിന്റെ മേൽ സത്യം ചെയ്യുന്നതായി നാം കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ സത്യമാണെങ്കിലും നിങ്ങൾ അത്യാവശ്യ സമയത്തിൽ മാത്രമേ ചെയ്യുക, അതും നിങ്ങൾ സത്യമാണെങ്കിൽ മാത്രമേ ചെയ്യുക. ചെറിയ ചെറിയ വിഷയത്തിൽ അനാവശ്യമായി സത്യം ചെയ്യുന്നത് നിർത്തുക. കണ്ട വിഷയത്തിൽ വല്ലാഹി അല്ലാഹ് എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അള്ളാഹു നാം എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ബല്ലിഗു അന്നി വലവായ, എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും ശരി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.